ഹലോ, മൈ നെയിം ഇസ് അശ്വതി. ഐ എം എൻ ACCA സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സംതിങ് റിലേറ്റഡ് ടു അവർ മൈൻഡ് സെറ്റ്സ്. ഞാൻ മുന്നത്തെ വീഡിയോസിൽ ഇതിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ബട്ട് അത് ലോങ് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടാവും, സ്കിപ്പ് അടിച്ച് കളഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറേ ആയാലിട്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. സോ അഗെയിൻ ഞാൻ വീണ്ടും പറയാൻ പോവുകയാണ്. വീഡിയോ ലെങ്ത് ഉണ്ടാവും ഇതും, സോ ഷോർട്ടാക്കി പറയാൻ നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, കൺസിസ്റ്റൻസി. ഞാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പഠിക്കുന്ന സമയത്ത് രാത്രി എന്നാണ് ഞാൻ പഠിക്കാനിരിക്കുന്നത് എന്ന് നോക്കിയിരുന്നു. അതൊരു 7:30 കഴിഞ്ഞിട്ടാണ്. ഈ ഒരു സമയത്തും ഞാൻ ആ ഒരു ടൈമിൽ തന്നെയാണ് പഠിക്കാനിരിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ പറയാം. ഞാൻ 5 to 6 രാവിലെ 5 to 6 ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുക. ഇറ്റ് ഹാസ് ബിക്കം ആൻ ഹാബിറ്റ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ചിന്തിച്ച് നോക്കുക, വാട്ട് യു ആർ ഡൂയിങ്, എപ്പോഴാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നത്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഏത് സമയത്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇഫ് ഇറ്റ് ഈസ് റൈറ്റ് യു ക്യാൻ സ്റ്റിക്ക് ഓൺ ടു ഇറ്റ്. അല്ലെങ്കിൽ ഇഫ് യു തിങ്ക് എനി ചേഞ്ചസ് വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ചേഞ്ച്. പിന്നെ കൺസിസ്റ്റൻസി ബേസ് ചെയ്തിട്ട് തന്നെ വേറൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ലീവ് കിട്ടി, അപ്പോൾ നമ്മൾ പഠിച്ചില്ല. അതായത് 2-3 ദിവസം ലീവ് കിട്ടി, അപ്പോൾ നമ്മൾ പഠിച്ചില്ല. എന്നിട്ട് എന്താണ്, ക്ലാസ് തുടങ്ങുന്ന ദിവസം നമ്മളിങ്ങനെ ഭയങ്കര ടെൻഷൻ, അതായത് വി സ്റ്റാർട്ട് ബ്ലെയിമിങ് അവർ സെൽസ്. അതായത് ഇത്രയും സമയം കിട്ടിയിട്ട് ഞാൻ ഒന്നും പഠിച്ചില്ലല്ലോ. കൺസിസ്റ്റൻസി വേണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്, ബട്ട് സ്റ്റിൽ എനിക്കത് പറ്റിയില്ലല്ലോ. എത്രയോ പറയണം ഞാൻ നിന്നോട്, നീ എന്തെങ്ങനെ, നീ ഒരു തോൽവിയാണോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഫുൾ നെഗറ്റീവ്. Remember guys, it's just bad days and it is okay to be not okay. ഇപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് പ്രസൻറ്റിൽ നിങ്ങൾ പഠിക്കാതെ ഇരിക്കരുത്, മനസ്സിലായോ? ആൻഡ് സ്റ്റോപ്പ് ബ്ലെയിമിങ് യുവർ സെൽഫ്. പാസ്റ്റിൽ അങ്ങ് നടന്നു പോയി, ഓക്കെ, ബട്ട് യു ഷുഡ് റൈസ് അപ്പ് അഗെയിൻ. ഇപ്പോൾ ഒരു ഫോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റൈസ് അപ്പ്. എപ്പോഴും കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺസ്. ഇപ്പോൾ ഡൗണിലേക്ക് പോയാൽ യു ഷുഡ് റൈസ് അപ്പ്, അത്രമാത്രം ആലോചിക്കുക. ഡോണ്ട് ബ്ലെയിം യുവർ സെൽഫ്. ആ ബ്ലെയിമിൽ ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള അടുത്ത മൂഡും പോവും. സോ ഡോണ്ട് ഡു ദാറ്റ്. പിന്നെ ഇഫ് യു ആർ സ്റ്റക്ക് സംവെയർ, അതായത് പഠിത്തത്തിൻ്റെ കാര്യമാണെങ്കിലോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നില്ല, ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്താണെന്ന് അറിയുന്നില്ല, അങ്ങനെ ജസ്റ്റ് ഫുൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ ആസ്ക് ഫോർ ഹെൽപ്പ്. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ ആൾക്കാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ വീട്ടിലോ, അല്ലെങ്കിൽ യു ക്യാൻ ആസ്ക് മീ, മനസ്സിലായോ? അപ്പോൾ ചിലർ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സംടൈംസ് ഐ ഓവർ ഷെയർ ആൻഡ് ഐ ഗീവ് എ ലോട്ട് മോർ അഡ്വൈസസ്. ചിലപ്പോൾ അവർക്കതൊന്നും ആവശ്യം ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ദേ ഹിയർ. എന്നിട്ടൊക്കെ കേട്ടിരുന്ന് എന്നൊക്കെ പറയും. പിന്നെ അവർക്ക് പിടിച്ചിട്ടുണ്ടാവില്ല, പിന്നെ അവർ വന്ന് ഒന്നും ചോദിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അഡ്വൈസ് കൂടുതലായിട്ട് തരുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടെൽ മീ. നിങ്ങൾക്ക് മതിയെങ്കിൽ മതി എന്ന് പറഞ്ഞ് പോയിക്കോളൂ, ഓക്കെ? ഡോണ്ട് മേക്ക് മീ ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ ഹൂ ടോക്സ് മോർ. അതായത് നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഞാനങ്ങനെ പറഞ്ഞു പോകുന്നത്. സോ പ്ലീസ് ടെൽ മീ ഇഫ് ഇറ്റ് ഈസ് മോർ, ഓക്കെ? അത്രേ ഉള്ളൂ ഞാൻ പറയാൻ വന്നത്. ഇഫ് യു ആർ സ്റ്റക്ക് പ്ലീസ് ആസ്ക് ഫോർ ഹെൽപ്പ്. ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഈസിനെസ് ഫീൽ ചെയ്തേക്കാം, ഓക്കെ? നെക്സ്റ്റ്, എസ്പെഷ്യലി ഫോർ എക്സംഷൻ സ്റ്റുഡൻസ്, നമ്മൾ മാക്സിമം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ യൂട്ടിലൈസ് ചെയ്യണം. ബിക്കോസ് വി ഹാവ് പെയ്ഡ് ഫോർ ഓൾ 13 പേപ്പേഴ്സ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഫാക്കൽറ്റീസിനോട് ചോദിക്കാം, മെൻറ്റേഴ്സിനോട് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ കോർഡിനേറ്റേഴ്സിനോട് പറയാം. സോ എന്താ പറയുക, വി ഹാവ് ടു സ്പീക്ക് ഫോർ അവർ റൈറ്റ്സ്, മനസ്സിലായോ? ഡോണ്ട് സിറ്റ് ബാക്ക്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞ് സോൾവ് ആക്കുക. ബിക്കോസ് വി ഹാവ് പെയ്ഡ് ഫോർ ദാറ്റ് സർവീസ്. എപ്പോഴും അത് ആലോചിക്കുക. ഡോണ്ട് സിറ്റ്, മിണ്ടാതിരിക്കല്ലേ പ്ലീസ്. അടുത്തത്, എ ഫ്യൂ വീക്സ് ബിഫോർ ഐ വാസ് സ്റ്റക്ക്. അതായത് PM നേരെ പഠിച്ചില്ല. അടുത്തത് ഓഡിറ്റാണ്. അത് ഓഡിറ്റ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ അടുത്ത ദിവസം മുതൽ SBR തുടങ്ങി. അത് കഴിഞ്ഞ് ജനുവരിയിൽ
ബികോമിൻ്റെ എക്സാം. ഐ വാസ് സോ സ്ട്രെസ്ഡ്, സോ നെർവസ്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. PM ഞാൻ എന്തോ ചെയ്ത് വെച്ചു. സോ ഐ വാസ് ലൈക്ക്, എന്താ ചെയ്യുക, ശരിയാണോ, ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും. എപ്പോഴോ മാർച്ചിലുള്ള കാര്യത്തിനെ പറ്റിയിട്ട് ഞാൻ ഇന്നും ആലോചിക്കാൻ തുടങ്ങി. സോ ഐ സ്പോക്ക് ടു സമ്മൺ ആൻഡ് അവർ പറഞ്ഞ റിപ്ലൈ ആണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. ഷീ ടോൾഡ് മീ, PM പോയി, ദാറ്റ്സ് ഓക്കെ, ഇനിയിപ്പോൾ ഓഡിറ്റിൻ്റെ അഷുറൻസ് അല്ലേ, അത് നേരെ പഠിക്കാൻ നോക്കുക. ബികോം അത് വരുന്നിടത്ത് വെച്ച് കാണാമല്ലോ, എവ്രി വൺ ഇസ് ഡൂയിങ് ദാറ്റ്. ACCAക്ക് വേണ്ട അത്ര ഫോക്കസ് ഒന്നും ബികോമിന് വേണ്ട. സോ ജസ്റ്റ് ഫോക്കസ് ഓൺ ഓഡിറ്റ്. പിന്നെ അത് കഴിഞ്ഞ് SBRലേക്ക് കടന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഓഡിറ്റ് നല്ല രീതിയിൽ തന്നെ പഠിച്ചു. നല്ല ടോപ്പ് ലെവൽ സിലബസ് മൊത്തം കവറാക്കി അങ്ങനെയൊന്നും പറയില്ല, ബട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു രീതിയിൽ ഞാൻ പഠിച്ചു. ഐ വാസ് ഹാപ്പി. ഏറ്റവും ലാസ്റ്റ് പേപ്പറാട്ടോ പിന്നെ സാറ്റിസ്ഫൈഡ് ആയത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ ഡോണ്ട് വറി, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പം അങ്ങനെ അത് പഠിച്ചു. സ്റ്റിൽ SBR വാസ് ഇൻ മൈ ഹെഡ്. ബികോം പോയിട്ടോ. ബികോം എക്സാമിൻ്റെ ദിവസം മാത്രം, ആ ഒരു ടൈം January 15 മുതലാണ് എക്സാം, ആ ഒരു സമയത്ത് മാത്രം നോക്കിയാൽ മതിയെന്ന് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ SBR അതെന്നെ വിട്ടുപോയില്ല. അത് സ്റ്റിൽ വാസ് ഇൻ മൈ മൈൻഡ്. ബിക്കോസ് ഡബിളിൻ്റെ ഇത് നോക്കിയാലും SBR റിലേറ്റഡ് എന്തെങ്കിലും കാണും, അപ്പോൾ അതും പോയിരുന്ന് നോക്കും. അങ്ങനെ ബട്ട് ഐ വാസ് നോട്ട് സോ സ്ട്രെസ്ഡ്. ഓക്കെ, ഇപ്പോൾ SBRൻ്റെ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഓക്കെ, ഐ എം ഇൻ ദി പ്രസൻറ്റ്. ഐ മീൻ ഐ എം ഫോക്കസിങ് ഓൺ വാട്ട് ഐ ഹാവ് ടു ഡു റൈറ്റ് നൗ. അതാണ് നിങ്ങളും ചെയ്യേണ്ടത്. വാട്ട് യു ഹാവ് ടു ഡു റൈറ്റ് നൗ, തിങ്ക് അബൌട്ട് ദാറ്റ്. ഇപ്പം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ് പഠിക്കേണ്ടത് എങ്കിൽ തിങ്ക് അബൌട്ട് ദാറ്റ്. അതിനെപ്പറ്റി ആലോചിക്കുക. സാർമാരെന്താ പറയുന്നത് കേൾക്കുക, മെൻറ്റർ എന്താ പറയുന്നത് കേൾക്കുക, അത് പഠിക്കുക. നിങ്ങൾ 6 മാസം കഴിഞ്ഞ് എഴുതാൻ പോണ SBRനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. ഓക്കെ, ഞാനത് ചിന്തിച്ചിരുന്നു, അതുകൊണ്ട് പറയാണ്. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ഇപ്പം നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് മാത്രം ആലോചിച്ചിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പോൾ ദ അഡ്വൈസസ് ഐ ഗേവ് വിൽ നോട്ട് മേക്ക് സെൻസ്, ബട്ട് വൺ ഡേ ഇറ്റ് വിൽ ഓൾ മേക്ക് സെൻസ്. സോ ഇപ്പം നിങ്ങൾക്ക് ഒന്നും റിലേറ്റബിളായി തോന്നിയിട്ടില്ലെങ്കിൽ ഡോണ്ട് വറി, ഒരു ദിവസം റിലേറ്റബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആസ് ഐ സെഡ്, ലീവ് ദ പാസ്റ്റ് ബിഹൈൻഡ് ആൻഡ് ഫ്യൂച്ചർ കുറച്ച് ഒക്കെ ആലോചിക്കാം, ബട്ട് ഫോക്കസ് മോർ ഓൺ പ്രസൻറ്റ്. ഫോക്കസ് മോർ ഓൺ വാട്ട് യു ഹാവ് ടു ഡു റൈറ്റ് നൗ. ഓക്കെ, പാസ്റ്റൊക്കെ വിട്, അതിൽ ഹോൾഡ് ഓൺ ചെയ്തിരുന്നാൽ, അതായത് ഇപ്പോൾ ഞാൻ കുറേ അവരുടെ കൂടെ കളിച്ച് നടന്നു, ഇവരുടെ കൂടെ കളിച്ച് നടന്നു, അതൊന്നും ഞാൻ പഠിച്ചില്ല, ഇനി ഇന്നേക്ക് പഠിക്കാൻ പറ്റുമോ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. യു ക്യാൻ ഡു ഇറ്റ് ഇഫ് യു തിങ്ക് യു ക്യാൻ. അത് മനസ്സിലാക്കുക. പിന്നെ അടുത്ത മെയിൻ പ്രശ്നമാണ് കമ്പാരിസൺ. ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ ഡിഫറെൻറ്റ് ഏജിലുള്ള ആൾക്കാർ, ഡിഫറെൻറ്റ് എക്സ്പെർട്ടീസ് ആൻഡ് സ്കിൽസ് ഉള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ കണ്ടുമുട്ടും. അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ യു വിൽ തിങ്ക് ലൈക്ക്, ഓ അവർക്ക് നല്ല മാർക്കുണ്ടല്ലോ, അവരത് ചെയ്യണ്ടല്ലോ. എസ്പെഷ്യലി ഞാൻ കാണുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ആ കുട്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്, ബിക്കോസ് ഇറ്റ് വിൽ ഡിസ്ട്രോയ് യുവർ മെൻ്റൽ പീസ്. ഇങ്ങനെ വിചാരിക്കുക, അവരുടെ ജേണിയും അവർ പോകുന്ന വഴിയും അവർ വന്ന വഴിയും എല്ലാം ഡിഫറെൻറ്റാണ്. എൻ്റെ വഴിയും ഡിഫറെൻ്റാണ്, മനസ്സിലായോ? സോ അവർ അതിൽ മുന്നിലാണെങ്കിൽ ഞാൻ വേറൊരു കാര്യത്തിൽ മുന്നിലായിരിക്കും. നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഇറ്റ്സ് മീ വേഴ്സസ് മീ ആൻഡ് നോട്ട് ഇറ്റ്സ് മീ വേഴ്സസ് യു. മനസ്സിലായത്? ഒരു കോമ്പറ്റീഷനോ ചാലഞ്ചോ ഒന്നുമല്ല, ജസ്റ്റ് മീ വേഴ്സസ് മീ. ഓക്കെ, സ്റ്റാർട്ട് ട്രസ്റ്റിങ് യുവർ സെൽഫ്, നോ യുവർ വർത്ത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നിങ്ങൾ. യു ക്യാൻ ഡു മോർ. അത് നിങ്ങൾ മനസ്സിലാക്കുക. സ്റ്റാർട്ട് ട്രസ്റ്റിങ് യുവർ സെൽഫ്. അപ്പം തന്നെ നമ്മൾ കമ്പാരിസൺ വിടും. നിങ്ങളെ തന്നെ സ്നേഹിക്കുക, അപ്പം തന്നെ നിങ്ങൾ കമ്പാരിസൺ ഒഴിവാക്കും. വെൻ യു സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ് ആൻഡ് ട്രസ്റ്റിങ് യുവർ സെൽഫ്, യു വിൽ സ്റ്റോപ്പ് കമ്പാരിസൺ. മനസ്സിലായോ? പിന്നെ ഓൾവേസ് റിമെമ്പർ ദാറ്റ് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളവരെ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ.
സോ സ്റ്റാർട്ട് ലവിങ് അവർ സെൽസ്. പിന്നെ വേറെ ചെറിയ ഒരു സംഭവമാണ് പ്രാക്ടീസ് സെലിബ്രേറ്റിംഗ് സ്മോൾ വിൻസ്. സ്മോൾ വിൻസ് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഇന്ന് രാവിലെ എണീച്ചു, അപ്പോൾ എനിക്ക് കണ്ണ് കാണുന്നുണ്ടായിരുന്നു, ചെവി കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, എന്താ പറയുക, കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, പിന്നെന്താ ശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ദ ലവ്ഡ് വൺസ് വർ വിത്ത് മീ. കഴിക്കാൻ ഫുഡ് ഉണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു, ഉടുക്കാൻ വസ്ത്രമുണ്ടായിരുന്നു. എവറിത്തിങ് ഈസ് എ സ്മോൾ വിൻ. ഇന്നിപ്പോൾ തന്നെ നെറ്റ് ഉണ്ടായിരുന്നു, കറണ്ട് ഉണ്ടായിരുന്നു, എല്ലാം ഇറ്റ്സ് എ വിൻ. ഇത് ഞാൻ 5 കാര്യങ്ങൾ പഠിക്കണമെന്ന് വിചാരിച്ചാൽ 2 കാര്യം മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ദാറ്റ്സ് എ വിൻ. 5 കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. 2 കാര്യങ്ങൾ പഠിച്ചുവല്ലോ, പഠിക്കാതില്ലല്ലോ കട തുറക്കണം. ഇറ്റ്സ് എ വിൻ. അപ്പോൾ സ്റ്റാർട്ട് റെക്കഗ്നൈസിങ് യുവർ സ്മോൾ വിൻസ്. നമ്മളിപ്പോൾ ACC ടോപ്പ് അഫിലിയേറ്റ് ആയോ എന്നൊന്നും വിചാരിക്കരുത്. ജസ്റ്റ് സ്മോൾ വിൻസ് സെലിബ്രേറ്റ് ചെയ്ത് നോക്കുക. ഇത് മേക്ക് എ ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓൺ യു. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ് എവിടെയെങ്കിലൊക്കെ എത്തും. സോ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ എന്തൊക്കെ പറഞ്ഞെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, കൺസിസ്റ്റൻസി ഈസ് ദ കീ. രണ്ടാമത്തെ, don't punish yourself, don't blame yourself. Okay, be kind to yourself. പിന്നെന്താ, if you need any help, ask for help. പിന്നെ maximum utilize the institutions because you have paid for the services. അടുത്തതെന്താ, focus on present rather than holding on to the past. Trust yourself and don't compare with others. Love yourself, guys. പിന്നെ പ്രാക്ടീസ് സെലിബ്രേറ്റിംഗ് സ്മോൾ വിൻസ്. ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരി, ബായ്. ആൻഡ് ആവറേജ് സ്റ്റുഡൻസിന് ACC പറ്റുമോ എന്ന് ഏതൊരു കുട്ടി ചോദിച്ചിരുന്നു. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്.